കവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. एक तारा आसमां में है चमका, मुक्ति प्रेम संदेश संग ले आज है दमका. निन्नum मन्नum പൂത്തുലഞ്ഞൊരു പൂനിലാവുള്ള രാത്രി. വനചന്ദ്രികേ നീ കണ്ടുവോ പൊൻപൈതലേ, കഥ ചൊല്ലുമോ ഈ രാവിലീശൻ ജാതനായി. ദൂരെ വാനിൽ താരങ്ങൾ മിന്നി, താഴെ ഭൂവിൽ പുൽക്കൂടൊരുങ്ങി. ലോകത്തിൻ പാപങ്ങൾ മുറ്റും നീക്കിടാൻ രക്ഷകൻ പൂജാതനായി. പിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക. തിരുപ്പിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക. കവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. നിന്നിന്റെ മൗലി ശുഭതാരക തിലകം, മണ്ണിന്റെ മാറിൻ ദേവനന്ദന ജനനം. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. ചേർന്നു പാടി ഇതരേതര വേദങ്ങൾ കരുതി വരും പുതുയുഗ സ്വാഗത ഗീതം. ഇതരേതര വേദങ്ങൾ കരുതി വരും പുതുയുഗ സ്വാഗത ഗീതം. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. കഠിനതരമാകും ശിശിരരാവിൽ പാഴ്ക്കുടിലിൻ മൂകതയിൽ, കഠിനതരമാകും ശിശിരരാവിൽ പാഴ്ക്കുടിലിൻ മൂകതയിൽ. കാതരയാം കന്യകതൻ താരാട്ടിൻ ഈണം മറന്നു വിതുമ്പുകയാ. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. അമ്മതൻ ദീർഘവിശ്വാസധാരതൻ ചൂടേറ്റു പൈതൽ മന്ദഹസിപ്പൂ. അമ്മതൻ ദീർഘവിശ്വാസധാരതൻ ചൂടേറ്റു പൈതൽ മന്ദഹസിപ്പൂ. തോൾ
സ്തുതിച്ചിടുന്നു. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. നിന്നിന്റെ മൗലി ശുഭതാരകതിലകം, മണ്ണിന്റെ മാറിൽ ദേവനന്ദന ജനനം. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. मुक्ति प्रेम संदेश संग ले आज है दमका. नदियाँ वादियाँ गाते आनंद के गीत. नर्मम जर्नी में जन्म मानव सृष्टि का में, सर्वोत्तम स्थान में सृष्टिकर्ता का वंदन. मानव जाति को शांति दूध से अभिनंदन. जाए दो सत शहर में हम स्वागत करने चल दे दौड़ सब बंधन. शरीर टूटा हारा, चला ना जाए दूर कहीं. अंधियारे रास्ते शांत है नगर, संदेशा साथ लिए स्वर्ग की महल. चरवाहों का काफिला संग में चले, रोके ना रुके कदम अब तो चल पड़े. सर्वोत्तम स्थान में सृष्टिकर्ता का वंदन. मानव जाति को शांति दूध से अभिनंदन. जाए दो संग दाऊद शहर में हम स्वागत करने चल दे दौड़ सब बंधन. भटक ना जाए दूर कहीं. राजाओं का राजा आज बेतलेहम प्रगट. प्रणामों अर्पण आनंदित नारी नाथ. मजूसियों की टोली बेटे को लिए, रोके ना रुके कदम अब तो चल पड़े. सर्वोत्तम स्थान में सृष्टिकर्ता का वंदन. मानव जाति को शांति दूध से अभिनंदन. जाए दो संग दाऊद शहर में हम स्वागत करने चल दे. स्वागत करने चल दे, स्वागत करने चल दे थोड़ सब बंधन.
മണ്ണും പൂത്തുലഞ്ഞു പൂനിലാവുള്ള രാത്രി. വിണ്ണും മണ്ണും പൂത്തുലഞ്ഞു പൂനിലാവുള്ള രാത്രി. മാലാഖവൃന്ദങ്ങൾ മാലോകരോടൊത്തു താരാട്ടു പാടിയ രാത്രി. മാലാഖവൃന്ദങ്ങൾ മാലോകരോടൊത്തു താരാട്ടു പാടിയ രാത്രി. രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ. ദൂരത്തെ മാനത്തൊരു താരത്തെ കണ്ടെത്തി അജപാലരാമോദരായി. ദൂരത്തെ മാനത്തൊരു താരത്തെ കണ്ടെത്തി അജപാലരാമോദരായി. ഇന്നു പിറന്നവനിമ്മാനുവേൽ ഇന്നിന്റെ പാപവിമോചകൻ. പോകാം പോയി വണങ്ങാം കൂട്ടരെ പാടിയുറക്കാം പൈതലിനെ. പോകാം പോയി വണങ്ങാം കൂട്ടരെ പാടിയുറക്കാം പൈതലിനെ. രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം മണ്ണിതിൽ മാനവശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം മണ്ണിതിൽ മാനവശാന്തി. വന്നു നമിച്ചവരാജാക്കന്മാർ കുഞ്ഞിളം പാദങ്ങൾ പുൽകിരുന്നു. പൊന്നും മീരയും കുന്തിരിക്കങ്ങളും കാഴ്ചകൾ വിമോദാൻ. പൊന്നും മീരയും കുന്തിരിക്കങ്ങളും കാഴ്ചകൾ വിമോദാൻ. രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാ
സഞ്ചയങ്ങൾ ചേർക്കുമോ ഒരു ഗാനമാ നാദതാളമൊരുക്കുമോ മധുരാഗമാ താരങ്ങൾ മിന്നി താഴെ ഭൂവിൽ പുൽക്കൂടൊരുങ്ങി ലോകത്തിൻ പാപങ്ങൾ മുറ്റും നീക്കിടാൻ രക്ഷകൻ പൂജാതനായി ദൂരെ വാനിൽ താരങ്ങൾ മിന്നി താഴെ ഭൂവിൽ പുൽക്കൂടൊരുങ്ങി ലോകത്തിൻ പാപങ്ങൾ മുറ്റും നീക്കിടാൻ രക്ഷകൻ പൂജാതനായി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം 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 സന്മനസ്സുള്ളോർക്ക് സമാധാനം ദൂതന്മാർ ഉച്ചത്തിലാത്തിടുന്നു ജാതനിൽ വിശ്വസിപ്പോർക്കെല്ലാം നിത്യജീവൻ നൽകുന്ന സ്നേഹത്തെ ധ്യാനിച്ചിടാം അത്ഭുതമന്ത്രി വീരനാം ദൈവം സമാധാന പ്രഭു നിത്യപിതാവ് ഇമ്മാനുവേലായി ഇന്നീഹേ ജാതനായി Hallelujah, 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 hallelujah. ദൂരെ വാനിൽ താരങ്ങൾ മിന്നി താഴെ ഭൂവിൽ പുൽക്കൂടൊരുങ്ങി ലോകത്തിൻ പാപങ്ങൾ മുറ്റും നീക്കിടാൻ രക്ഷകൻ പൂജാതനാ നാടതിൻ ഉന്നതികൾ വെടിഞ്ഞ് മാനുഷവേഷം പൂണ്ട് താണുവൻ നീയുലകിൽ
താഴെ ഭൂവിൽ പുൽക്കൂടൊരുങ്ങി ലോകത്തിൻ പാപങ്ങൾ മുറ്റും നീക്കിടാൻ രക്ഷകൻ ഭുജാതനായി. ദൂരെ വാനിൽ താരങ്ങൾ മിന്നി താഴെ ഭൂവിൽ പുൽക്കൂടൊരുങ്ങി ലോകത്തിൻ പാപങ്ങൾ മുറ്റും നീക്കിടാൻ രക്ഷകൻ ഭുജാതനായി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം മഹത്വം മഹത്വം. സന്മനസ്സുള്ളോർക്ക് സമാധാനം ദൂതന്മാർ ഉച്ചത്തിലാത്തിടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുപ്പിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക. തിരുപ്പിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക. ദർശനവേളയും അർപ്പണവേളയും ദർശനവേളയും അർപ്പണവേളയും ഏകിടുമോ നീ മശിഹായേ. തിരുപ്പിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക. గమ పదని దప సరిగారి గమా గమ పదని దప పదని సగరి సాని సరి దని నిసా పదని సగరి సాని సరి దని నిసా ససా సని ని దద ప మద ప గమ పద ప మగరి సరి సగరి నిసా ససా సని ని దద ప మద ప గమ పద ప మగరి సరి సగరి నిసా. നരനായി പിറന്നു ധനി സരി സനി ദപ ദപ മഗ സരി പ മഗരി സനി പദനി സരി సరి దారి గమ గమ పదని దప గమ ప మ పద పదాని గరి సా సరి సరి సా పద ప మ ప సరి సరి సా ససాని దప మగ ప. നരനായി പിറന്നു നരബലിയായ നസറേത്തിന്റെ അരുമസുതാ. Hallelujah, hallelujah, hallelujah.
നസറേത്തിൻ്റെ അരുമസുത സാന്നിധ്യമേകിടുമോ നീ സായുജ്യമേകിടുവാനാ സാന്നിധ്യമേകിടുമോ നീ സായുജ്യമേകിടുവാനാ ഇരുപ്പിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക ഇരുപ്പിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക గమ పదని దప సరిగారి గమాగమ పదని దప పదని సగరి సాని సని దని నిసా పదని సగరి సాని సని దని నిసా ససాసని నీని దదప మదప గమ పద పమగరి సరి సగరి నిసా ససాసని నీని దదప మదప గమ పద పమగరి సరి సగరి నిసా జడి గమం లోకి సాస సాస ససరి ని 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 రాగ రాగ జడి గమం లోకి సాస సాస ససరి ని సారి మగా గగ మామ పదని నిసా సరి సరి సని గమ సని గమ గమ మగ సరి పమగరి సని పదని సరి సరి గారి గమ గమ పదని దప గమ పమ పద పదాని గరి సా సరి సరి సా పద పమ ప సరి సరి సా సని గమ మగ ప ോടെ ജഡമായി വന്ന ജീവാമൃതമാ ജഗദീശ ജഡമായി വന്ന ജീവാമൃതമാ ജഗദീശ അനവരതം നിൻ കൃപകൾ അരുളുകദാസരിൻ ഹൃദയേ അനവരതം നിൻ കൃപകൾ അരുളുകദാസരിൻ ഹൃദയേ ഇരുപിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക ഇരുപിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക ദർശനവേളയും അർപ്പണവേളയും ദർശനവേളയും അർപ്പണവേളയും ഏകിടുമോ നീ മശിഹായേ ഇരുപിറവിയെന്നും ഘോഷിപ്പാൻ പരമോന്നത നീ കൃപ ചൊരിക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്മസ് സന്തോഷത്തിൽ ഒരുമിച്ച് പങ്കുചേരുമ്പോൾ ആയൂർ ശാലേം മാർത്തോമ ഇടവയുടെ ക്രിസ്മസ്
പുതുവത്സര ആശംസകൾ ഏവർക്കും നേർന്നുകൊള്ളുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സർവ്വ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ലോകത്തോട് അറിയിച്ച് നമ്മെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലേക്ക് നയിച്ചതായ കർത്താവായ ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്നതായ നാളുകളിൽ ഒരുമിച്ച് ദൈവവചനത്തിന് മുൻപിലാകുവാൻ ദൈവം നമുക്ക് നൽകുന്നതായ നല്ല സാവകാശത്തിനായിട്ടും അവസരത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം കരയറ്റാം. ഭയത്തോടെയും സമാധാനമില്ലാതെയും ജീവിക്കുന്നതായ ജീവിതാനുഭവങ്ങളിൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമാധാനത്തിൻ്റെ വലിയ സന്ദേശമാണ്. ശബ്ദമുഖരിതമായ ലോകത്തിൽ സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നു നൽകുന്നതാണ് ക്രിസ്മസിൻ്റെ സന്തോഷം. ഇന്ന് പല വിധത്തിലുള്ളതായ ശബ്ദങ്ങളാൽ മുഖരിതമായ ഒരു ലോകത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ളത്, ഏതാണ് കേൾക്കുവാനായിട്ട് പാടുള്ളത്, കേൾക്കാൻ പാടില്ലാത്തത് എന്നിവ വേർതിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായ ലോകത്തിൽ ഏതിനെ സ്വീകരിക്കണം, ഏതിനെ പിൻപറ്റണമെന്ന് അറിയാതെ ഇരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകുന്നതായ വലിയ സന്ദേശമാണ് സമാധാനത്തിൻ്റെ അനുഭവം. സമാധാനത്തിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ശബ്ദം ഇല്ലാതെയുള്ളതായ ഒരു കാലഘട്ടത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ ശബ്ദമുഖരിതമായ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇമ്മാനുവേലായ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്നത്. ഈ സമാധാനത്തിൻ്റെ ദൈവത്തോട് ചേർന്ന് ദൈവകൃപ അനുഭവിക്കുന്നതായ സമൂഹമായി നമുക്ക് മാറുവാനായിട്ട് കഴിയുമ്പോഴാണ് ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമായി തീരുന്നത്. അതുകൊണ്ട് ശബ്ദമുഖരിതമായ ലോകത്തിൽ സമാധാനം നൽകുന്നതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ പ്രത്യാശയുടെ സന്ദേശമാണ് ക്രിസ്തുമസ്. നാളെ എന്താകും, ഇനി എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളതായ ചിന്താക്കുഴപ്പത്തിലാകുന്നതായ മനുഷ്യനാണ് ഇന്ന് നമ്മൾ എവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ളതായ പ്രതിസന്ധികളിലാണ് മനുഷ്യജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളെയെക്കുറിച്ചുള്ളതായ അനിശ്ചിതത്വങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ചോദ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുന്നതായ ജീവിതാനുഭവത്തിൽ അനിശ്ചിതത്വത്തിൻ്റെ അനുഭവങ്ങളാണ്. ഭാവി എന്താകുമെന്നുള്ളതായ ചിന്ത എല്ലാ മനുഷ്യനെയും വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കുന്നതായ അനുഭവമാണ്. ഇന്നലകൾ കടന്നുപോയി, ഇന്നുകൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാളെയെക്കുറിച്ചാണ് എപ്പോഴും ആശങ്കകൾ ഉളവാകുന്നത്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ദൈവകൃപ നൽകി ശക്തീകരിക്കുന്നതായ ദൈവമാണ്. അതുകൊണ്ട് ദൈവകൃപ എന്നുള്ളത് ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് സ്വീകരിച്ച് കൃപയുടെ കൂട്ടവകാശികളായി ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ പ്രത്യാശയുടെ അനുഭവം നമുക്ക് കൈവരുന്നത്. നാം ജീവിക്കുന്നതായ ലോകത്തിൽ ഒരു ലക്ഷ്യത്തിലേക്കുള്ളതായ യാത്രയിലാണ് നാം ആയിരിക്കുന്നത്. ലക്ഷ്യം നഷ്ടപ്പെട്ടതായ ജീവിതമല്ല, ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ക്രൂശിലെ രക്തത്താലാണ് വീണ്ടെടുക്കപ്പെട്ടതായ ഒരു സമൂഹമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെ അനുഭവങ്ങളെ ഇല്ലാതെയാക്കി വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതായ ദൈവം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് ലോകത്തിന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ദൈവമാണ് ഈ പ്രകാശമായി ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ അനുഭവങ്ങളെ ദൂരീകരിച്ച് പ്രത്യാശയുടെ അനുഭവങ്ങൾ നൽകി അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ പ്രത്യാശയുടെ സന്ദേശം പകർന്ന് നമ്മെ വഴി നടത്തുന്നവനായൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുവാനായിട്ട് ഇടയാകണം. മൂന്നാമതായിട്ട് പറയുന്നത്, വിഭജിക്കപ്പെട്ടതായ ലോകത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവം നൽകി നമ്മെ സ്നേഹത്തിൻ്റെ സന്ദേശം പകരുന്നതായ ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് പല അനുഭവങ്ങളിൽ നാം വിഭജിക്കപ്പെട്ടവരാണ്. വിഭജനം എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഒരു ഭവനത്തിനുള്ളിലായിരിക്കുമ്പോൾ, സമൂഹത്തിലായിരിക്കുമ്പോൾ, സഭയ്ക്കുള്ളിലായിരിക്കുമ്പോൾ നാം പല വിധത്തിലും കണക്റ്റ് ചെയ്യപ്പെട്ടവരാണ്. എന്നാൽ ഇത്രത്തോളം കണക്റ്റഡായ ഒരു ഡിജിറ്റൽ ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും ഇന്ന് മനുഷ്യൻ വല്ലാതെ അകന്നിരിക്കുകയാണ്. പല അനുഭവങ്ങളിലൂടെ വിഭജിക്കപ്പെട്ടതായ ജീവിതാനുഭവത്തിലാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങിയിരിക്കുന്നതായ അനുഭവം. അവിടെയാണ് ദൈവസ്നേഹം നമ്മെ മാടി വിളിക്കുന്നത്, സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുവാനായിട്ട്. അപ്പോൾ ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിന് നമ്മോട് തോന്നിയതായ സ്നേഹമാണ് നമ്മെ വീണ്ടെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് സമാധാനത്തിൻ്റെ ഈ ദൈവം
സ്നേഹം പകർന്നതായ സ്നേഹം നമ്മിലേക്ക് നൽകുന്നതായ നല്ല ഇടയനാണ്. ഈ നല്ല ഇടയനായ ക്രിസ്തു സ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് നൽകുമ്പോൾ വിഭജനമല്ല, വേർതിരിവുകളല്ല, ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നതായ അനുഭവമാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ക്രിസ്തുവിൽ വസിക്കുന്നതായ സമൂഹമായി, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നതായ സമൂഹമായി മാറുവാനായിട്ട് കഴിയുമ്പോഴാണ് ക്രിസ്തുമസ് അർത്ഥപൂർണമായ അനുഭവമായി മാറുന്നത്. 3 ലളിതമായ കാര്യങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്. നമ്മുടെ ജീവിതാനുഭവങ്ങളിലൊക്കെ ഇത് പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ ജീവിതാനുഭവത്തിൽ ക്രിസ്തുമസ് നമുക്ക് നൽകുന്നതായ സന്തോഷത്തിൻ്റെ അനുഭവം, സമാധാനത്തിൻ്റെ അനുഭവം, പ്രത്യാശയുടെ അനുഭവം നമ്മുടെ ജീവിതാനുഭവങ്ങൾ എല്ലായ്പ്പോഴും ഭരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശബ്ദഭരിതമായ ലോകത്തിൽ സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്നതായ ക്രിസ്തുമസ്, അസമത്വങ്ങളുടെയും അല്ലെങ്കിൽ അനിശ്ചിതത്വങ്ങളുടെയും നടുവിൽ പ്രത്യാശയുടെ സന്ദേശം നൽകുന്നതായ ക്രിസ്തുമസ്, വിഭജിക്കപ്പെട്ടതായ ലോകത്തിൽ സ്നേഹത്തിൻ്റെ സന്ദേശം പകരുന്നതായ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി തീരുവാനായിട്ട് ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിൽ ദൈവം സഹായിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് ജീവിതയാത്ര തുടരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ.